ആ ഹിരണ്യകശിപുവിനോട് ചോദിച്ചു, അല്ലയോ മർത്യ, മർത്യസ്യതയ അമർത്യസ്യ ദർശനം നാ ഫലം മമ. എന്നെ കണ്ടത് വെറുതെ ആവില്ല, നിനക്ക് എന്ത് വരാ വേണ്ടത്? അല്ലയോ മർത്യ. എന്താ വിളിച്ചത്? മർത്യ എന്നാ വിളിച്ചതേ. മർത്യ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നമ്മൾ പറയും. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മൃത്താവാൻ പോകുന്നവനെ. എന്താണ് മർത്യം എന്ന് പറഞ്ഞ അർത്ഥം? എന്താ? മൃത്താവാൻ പോകുന്നവൻ. മൃത്ത് പറഞ്ഞാൽ മണ്ണ്. നമ്മളൊക്കെ മർത്യന്മാരാ, മണ്ണാവാൻ പോകുന്നവരാ. എന്താണ് മണ്ണാവാൻ പോകുന്നവെന്നുള്ള വിചാരം ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ വല്ലാതെ ആർത്തി ഉണ്ടാവുമോ? ഉണ്ടാവും. മരിക്കാൻ പോകുന്നവൻ പറഞ്ഞാൽ പിന്നെ നമ്മളത് ചോദിക്കുമോ? അല്ലയോ മരിക്കാൻ പോകുന്നവനെ, നിനക്കെന്താ വേണ്ടത്? മരിക്കാൻ പോകുക ഒന്നും വേണ്ട കേട്ടോ, ജീവിക്കാനാണെന്ന് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ട്. ഇത് മരിക്കാനാ പോകണത് വെച്ചപ്പം ഒന്നും വേണ്ട. അപ്പോൾ ആഗ്രഹം കേട്ട് കുറയും ആണ്. നമ്മളെപ്പോഴും ഇത് ചിന്തിക്കണം എന്നാണ് പറയുക. വിവാഹം കഴിക്കുന്നത് തെറ്റല്ല, കുട്ടികളുണ്ടാവണമൊക്കെ നല്ല കാര്യം തന്നെയാണ്, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അത് മാത്രമാണ് ജീവിത ലക്ഷ്യം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പെട്ടു. സപ്താഹം കേൾക്കാൻ ആ ഭാര്യയും മക്കളും സമ്മതിക്കുന്നില്ലെങ്കിൽ, ഭർത്താവും കുട്ടികളും സമ്മതിക്കുന്നില്ലെങ്കിൽ ആ വീടെന്താണ്? ആ വീട് പൊട്ടക്കിണറാണ്. അതാണ് ഇവിടെ പ്രഹ്ലാദൻ പറഞ്ഞത്, സദാ സമുദ്വിഗ്നധിയാമസദ്ഗ്രഹാത് ഹിത്വാത്മപാദം ഗൃഹം അന്ധകൂപം. അങ്ങനെയാണെങ്കിൽ ആ പൊട്ടക്കിണർ വിട്ട് കാട്ടുപോയിട്ടാണെങ്കിൽ അങ്ങനെ ഹരിയെ ആശ്രയിക്കൂ, ഹരിം ആശ്രയേത. കാട്ടുപോയ കരടിയും പുലിയൊക്കെ ഉണ്ടാവില്ലേ പ്രഹ്ലാദ? അത് കുഴപ്പമില്ല വെച്ചാ ഈ നാമം ജപിക്കാത്ത വീട്ടുകാരേക്കാൾ നല്ലത് കരടിയും പുലിയൊക്കെ തന്നെ. അതിന് പിന്നെയൊരു മര്യാദ ഉണ്ട്. പ്രഹ്ലാദ, എനിക്ക് മനസ്സിലായി, ഹരിയെ ആശ്രയിക്കുകയാണ് വേണ്ടത്, മനസ്സിലായി. എൻ്റെ ചോദ്യം, ഇതിപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഗുരുവായൂരെത്താൻ മനസ്സിലായി, ഗുരുവായൂർ പോവുക വേണ്ടത്. പക്ഷെ ഇത് എങ്ങനെയാണ് പോവുക? എവിടുന്ന ബസ് കിട്ടുക? അങ്ങനെയൊക്കെയാവും ചോദിക്കണ്ടാവുക, വഴിയാവും ചോദിക്കുന്നുണ്ടാവുക. എന്ന് കരുതി ആ ഉണ്ണി ഭഗവാനിലേക്ക് എത്താനുള്ള വഴി നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചു. ശ്രവണം. ആദ്യം എന്താ? ശ്രവണം. ശ്രവണം എന്ന് പറഞ്ഞാൽ ഭാഗവതം കേൾക്കുക. അപ്പം അതിൻ്റെ മുന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പലതും നമ്മൾ ചെയ്തിട്ടില്ലേ? അമ്പലത്തിൽ പോയി തീർത്ഥാടനം കഴിഞ്ഞു, ഗംഗാസ്നാനം, പല ദിക്കിലും തീർത്ഥയാത്ര ചെയ്തു, തീർത്ഥങ്ങളിൽ മുങ്ങി, അമ്പലങ്ങളിൽ പോയി വഴിപാട് കഴിച്ചു. അതൊക്കെ കഴിച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടോ? ഭാഗവതം കേൾക്കാനുള്ള ശ്രദ്ധ കിട്ടാൻ. എന്തിനാണ്? അങ്ങനെയൊക്കെ കുറേ കഴിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങാണ്ട കുറച്ചു നേരം കേൾക്കാൻ പറ്റുന്നത്. അങ്ങനെ വഴിപാട് കഴിച്ചുകൊണ്ടാണ്. അപ്പം അത് ആ ശ്രദ്ധയാണ് മുഖ്യം. അതാണ്, അതുമുതലേ പറയണുള്ളൂ, അതുവരെയുള്ളതൊന്നും പറയണില്ല ഇവിടെ. ആദ്യപടി എന്താണ്? ശ്രവണം, കേൾക്കുക. അതിനാണ് 2 ചെവി ഭഗവാൻ തന്നത്. ഇതെടുക്കാൻ മറന്നു പറയില്ലല്ലോ, മറ്റൊക്കെ നമ്മൾ മറന്നു പറയും. ഭാഗവതം കേൾക്കാൻ വരുമ്പോൾ അയ്യോ പുസ്തകം തിരുമേനി എടുക്കാൻ മറന്നു, ഇവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ ചോദിക്കും. ഭാഗവതം കേൾക്കാനുള്ള ചെവി എടുക്കാൻ മറക്കില്ലല്ലോ, രാവിലെ വരുമ്പോൾ കൂടെ ഉണ്ടാവും. ഭഗവാൻ അങ്ങനെ മറക്കണ്ട കരുതിയിട്ടാണ്. അടച്ചു വെക്കാനും പറ്റില്ല. എന്താണ് തോന്നുകയാണ്? ശ്രവണം, രുചി, ശ്രവണ രുചി, ശ്രദ്ധ വരികയാണ്. ശ്രവണം, സമയം മാറ്റി വയ്ക്കുകയാണ്. തിരക്കുള്ള ആളാവും, പല തിരക്കും ഉണ്ടെന്നാലും അതിനേക്കാളൊക്കെ ഗൗരവം ഇതും തോന്നുകയാണ്. ശ്രവണം, ഈ സമയം മാറ്റി വെച്ചാൽ വെറുതെ ആവില്ല തോന്നുകയാണ്. ഇത് വലിയ ലാഭമാണെന്ന് തിരിച്ചറിയണം. ശ്രവണം, കീർത്തനം വിഷ്ണോഹോ. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ കീർത്തിക്കും, ഉള്ളിലിങ്ങനെ വരും. ഈ കേട്ട കാര്യം ഇങ്ങനെ ഉള്ളിന്ന് അങ്ങനെ കീർത്തനം സ്വയം പറയും, അല്ലെങ്കിൽ സ്മരണം ഉണ്ടാവും. സ്മരണം, പാദസേവനം. ഈ ഭഗവാന്റെ കഥകളും ഭക്തന്മാരുടെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലെ എനിക്കും ഒരു ഭക്തനാവാൻ സാധിച്ചിരുന്നെങ്കിൽ അർച്ചനം, ഭഗവാനെ അർച്ചിക്കായിരുന്നു. ചെയ്യണ കർമ്മങ്ങളൊക്കെ ഈശ്വരാർച്ചനയാക്കണം എന്നല്ലേ ഭാഗവതത്തിൽ പറയണത്. അങ്ങനെ ചെയ്യണം. ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കും. രാവിലെ മുറ്റടിച്ച് വരുമ്പം ഈശ്വരാർച്ചന, ഓഫീസിൽ പോകുമ്പം ഈശ്വരാർച്ചന, അവിടുന്ന് ആ ഫയൽ നോക്കുമ്പം ഭഗവാനെ പൂജിക്കുക എന്നുള്ള മട്ടിൽ. ഇന്ന് വരെ അങ്ങനെയല്ല. ഇന്ന് വരെ മറ്റേ ആളെ ബോസിനെ ചീത്തയും പറഞ്ഞിരിക്കുക, ഈ കാലമാടൻ്റെ കീഴിൽ കഴിയേണ്ടി വന്ന്, അതെല്ലാം മാറി. അത് ഇന്നലെ വരെ. അപ്പോൾ അത് കേട്ടപ്പോൾ എന്ത്? ഈശ്വരാർച്ചനയാക്കി. ഇനിയിപ്പോൾ ഈശ്വര പൂജ. ഭാവം മാറുകയാണ്. ഒരേ കർമ്മം തന്നെയാണ്, പക്ഷേ ഭാവം മാറി. അർച്ചനം, ചായ ഉണ്ടാക്കുമ്പോഴും ഭഗവാന് നിവേദിക്കുക എന്നുള്ള മട്ടിൽ. ഭർത്താവിന് കൊണ്ടു കൊടുക്കുമ്പോൾ ഭഗവാന് നിവേദിക്കുക. ഇന്നലെ വരെ ദുർവാസാവിനെ ഓർമ്മ വന്നത് കൊടുക്കുമ്പോൾ. ഇപ്പം മാറി. കാരണം എന്താ? ഇത് കേൾക്കുമ്പോഴേ അർച്ചനം, ആൾ മാറി. ഭർത്താവിനെ നോക്കുക, അതെന്ത് ഇന്നലെ വരെ ഇല്ലാത്തൊരു ചൈതന്യം ഇവക്ക് ആണ്. ഭാവം മാറിയതാണ്. അർച്ചനം, വന്ദനം. ആരെ കാണുമ്പോഴും അതിൽ ഈശ്വര ചൈതന്യത്തെ കാണുക, വന്ദിക്കുക. ശത്രുവിനെ കാണുമ്പോഴും മിത്രത്തെ കാണുമ്പോൾ അതിലും ആരുണ്ട്? അതിലും ഈശ്വരൻ ഉണ്ടല്ലോ. ആ ഭഗവാൻ എല്ലാവരിലും ഉണ്ടല്ലോ. ആരോടും എന്തില്ല, ആരോടും വിദ്വേഷമില്ല. വന്ദനം, ദാസ്യം. ആർക്ക് വേണമെങ്കിലും എന്ത് സഹായം എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്, ഒന്നും ആഗ്രഹിക്കാതെ. എന്താണ്? കാരണം നിങ്ങൾക്കല്ല ഞാൻ ചെയ്യണത്. ആർക്കാ? ഭഗവാനാണ്. എന്നെ ഇവിടെ നിർത്തിയ ആളാരാ? ഭഗവാനല്ലേ. എനിക്ക് ഈ ഇന്ദ്രിയങ്ങൾ തന്ന ആൾ ഭഗവാനല്ലേ. ആ ഭഗവാന് വേണ്ടി കൈങ്കര്യം, ഈ ലോകസേവ പറഞ്ഞാൽ ഞാൻ പൂജിക്കണത് ആര്യാ? ഭഗവാനെയാണ്. ആര് ചോദിച്ചാലും ഒരു പ്രശ്നമില്ല, പറ്റണ സഹായം ചെയ്യുക. ദാസ്യം,
സഖ്യം. ഇത്രയും നമ്മൾ ചെയ്യണ്ടു. ഭഗവാൻ പറയും നീ എൻ്റെ ദാസനൊന്നുമല്ല, അങ്ങനെയൊന്നും പറയണ്ട, നീ എൻ്റെ കൂട്ടുകാരനാ. ആരാ? കൂട്ടുകാരാണ്. സുദാമാവ് പറയാൻ ഞാൻ ഭഗവാന്റെ ദാസനാ. പക്ഷെ ഭഗവാൻ പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? സുദാമാവ് എൻ്റെ രുക്മിണി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെന്താ നീ പറയൂ? സുദാമാവ്. തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ടാന്ന് ആരും പറയുള്ളൂ? ഭഗവാൻ പറയുള്ളൂ. കാരണം എൻ്റെ അടിമയാണ്, എൻ്റെ ദാസനാണ്, എൻ്റെ പണിക്കാരനാണെന്ന് ആരും പറയില്ല. അത് ഭഗവാൻ പറയില്ല. പക്ഷെ സുദാമാവ് എന്തേ പറയുള്ളൂ? ഞാൻ ഭഗവാന്റെ ദാസൻ, ഭഗവാന്റെ കിങ്കരൻ, ഭഗവാന്റെ പണിക്കാരൻ എന്ന് അദ്ദേഹം പറയുള്ളൂ. അതാണ് വ്യത്യാസം. ആത്മനിവേദനം, തനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ കാരുണ്യം കാണിക്കുന്ന ആ ഭഗവാന് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറാവുക. എന്തും കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തും തന്നെ കൊടുക്കാൻ തയ്യാറാണോ? തയ്യാറ്. ആരാ തെളിവ്? ബലി. സർവസ്വാത്മനിവേദനേ ബലിരഭൂത്. ബലി തൻ്റെത് മുഴുവൻ കൊടുത്തു, മതിയാവാണ്ട് എന്തും കൊടുത്തു. മൂന്നാമത്തെ അടിതാ ഭഗവാനെ എന്നെ അങ്ങോട്ട് എടുത്തോളൂ. തന്നെ സമർപ്പിക്കും നമ്മളൊക്കെ. അതാണ് ആത്മനിവേദനം. തൻ്റെ അഹന്ത അങ്ങോട്ട് നിവേദിച്ചു. ആർക്ക് കൊടുത്തു? ഭഗവാന് കൊടുത്തു. പിന്നെ ആരേ ഉള്ളൂ? പിന്നെ ഭഗവാനേ ഉള്ളൂ. ഭഗവാന് പ്രകടമാവാൻ പറ്റാണ്ട് തടസ്സമായിട്ടിരിക്കുന്നത് ഈ അഹന്ത വന്ന് നിൽക്കിയിരുന്നേ. അതങ്ങോട്ട് എടുത്ത് മാറ്റിയപ്പോൾ എന്തായി? തന്നെ സമർപ്പിച്ചു, ഭഗവാന്റെ ആയി കഴിഞ്ഞു. പിന്നെ ഭഗവാൻ വേറെ, ഞാൻ വേറെ എന്നില്ല. ഇതാണ് മുക്തി. ഇങ്ങനെയാണ് അച്ഛാ ഹരിയെ ആശ്രയിക്കേണ്ടത്. ആദ്യപടി ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് നവധാ ഭക്തി. ഭക്തിയുടെ 9 പടികളാണ്. മെല്ലെ കയറണം. ആദ്യം എന്താണ്? ശ്രവണം. അതാണ് മുഖ്യം. ബാക്കിയുള്ള നമ്മൾ ചെയ്യണമെന്നില്ല. ശ്രവണത്തിൽ നിന്നാൽ ബാക്കി നടന്നോളൂ. ഭാഗവതം കേട്ട് തുടങ്ങിയാൽ മതി. പിന്നെ നമുക്ക് വഴിയൊക്കെ മനസ്സിലായി. പിന്നെ ഭഗവാൻ കൊണ്ട് നടത്തിക്കോളും. പക്ഷെ കേൾക്കാൻ നമ്മൾ ഉത്സാഹിച്ച് വരെ വേണം. ആ ട്രാക്ക് കയറിയാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ അങ്ങനെ പോയിക്കോളും, ഭഗവാൻ കൊണ്ട് നടത്തിക്കോളും. പക്ഷെ ആ കേൾക്കാൻ വേണ്ടി വരുന്ന ഉത്സാഹം നമ്മൾ തന്നെ ചെയ്യണം. ശ്രവണം, അതാണ് ഭക്തി.